എന്റെ വെങ്കിടേശ്വര, വെങ്കിടാചലപതി, തിരുപ്പതി ഭഗവാനെ, അങ്ങ് കുബേരനല്ലേ, എല്ലാം നിറഞ്ഞവനല്ലേ, അടിയങ്ങൾക്കും വാരിക്കോരി തരണേ, അനുഗ്രഹിക്കണേ ഭഗവാനെ. എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ, സ്ഥിരം പറയാറുള്ളതേ ഇന്നും എനിക്ക് പറയാനുള്ളൂ. അങ്ങേക്ക് ബോറടിക്കൂന്ന് എനിക്കറിയാം, എന്ത് ചെയ്യാനാ. വെള്ളിക്കണ്ണ് കെട്ടി അവിടത്തെ പോലെ ഈ ഉള്ളവനും പേരിനൊരു കുരുടൻ തന്നെയാ. ഫുൾ ടൈം അല്ല, ഈവനിങ് 6 മുതൽ മോർണിംഗ് 6 വരെ. ആരാണ് മുത്തപ്പ ഈ മാലക്കണ്ണ് കണ്ടുപിടിച്ചത്? എന്തിനാണ് മുത്തപ്പ അത് എനിക്കിട്ട് എന്നെ സ്പോൺസർ ചെയ്തത്? സത്യം പറഞ്ഞ എനിക്കും അങ്ങയ്ക്കും പിന്നെ കുച്ചിനിക്കാരൻ ആരാണ് അബ്ദുന് മാത്രമേ ഈ അസുഖം അറിയൂ. ഇത് രഹസ്യമായി സൂക്ഷിക്കാൻ അവിടുത്തെ കൃപയുണ്ടാകണേ. വെറും ഒരു ബംഗ്ലാവ് സൂക്ഷിപ്പാനായി എന്നെ ഈ നിലയിൽ എത്തിച്ച വലിയ മുത്തപ്പ, എനിക്ക് മരണം വരെ ദീർഘായുസ് തരണേ. 50 വയസ്സിൽ തട്ടിക്കളഞ്ഞേക്കല്ലേ. ഈ ബംഗ്ലാവിലെ പാചകക്കാരനായ എനിക്ക് അന്നം തന്ന അകാലചരമ മറഞ്ഞ എന്റെ വലിയ മുതലാളി കേൾക്കുവാൻ അബ്ദു ബോധിപ്പിക്കുന്ന പരാതി. നാട്ടുകാരെന്നെ ഇപ്പോ അരണേ അബ്ദു എന്നാണ് വിളിക്കാറ്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഉറങ്ങിക്കിടന്ന അങ്ങയുടെ അപ്പൂപ്പന്റെ തലയിൽ എന്റെ കയ്യിലിരുന്ന അമ്മിക്കല്ല് വീണ് അങ്ങേര് ചത്തുപോയി എന്ന നിസാര കാര്യത്തിന് മുതലാളിയുടെ അമ്മുമ്മ തുപ്പക്കോളാമ്പി വലിച്ചെന്റെ തലക്കിട്ടെറിഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ ഈ മറവി. അങ്ങ് വിളിച്ചോ? ഓ, കൊച്ചു മുതലാളി. പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കാണും. മുതലാളിയുടെ ഇന്നത്തെ മൂഡ് എങ്ങനെയാണോ ആവോ, കാത്തുകൊള്ളണേ.